ഹായ് ഓൾ വെൽക്കം ടു സയൻസ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിയുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ പാർട്ടിൽ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്, നമ്മൾ ടു വേ അനോവയെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലേ. ടു വേ അനോവയുടെ സ്റ്റെപ്സും അതുപോലെ അത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മളൊരു കുഞ്ഞു ടോപ്പിക് ക്രിട്ടിക്കൽ ഡിഫറൻസ് എന്ന് പറയും. നമ്മുടെ സിലബസിലുണ്ട്. അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയുന്നത് പോസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റിനെ പറ്റി നമ്മൾ പരിചയപ്പെടും. ഈ പോസ്റ്റ് ഓഫ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്രിട്ടിക്കൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, പോസ്റ്റ് ഓഫ് ടെസ്റ്റ് മുന്നത്തെ ഒരു എക്സാമിന് ഈ പോസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്താണെന്ന് ഓൾറെഡി ചോദിച്ചു. 2 മാർക്കിന് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ടേം നമുക്ക് കാണില്ല. പക്ഷെ ഇത് നമ്മുടെ സിലബസിൽ വരുന്ന ഒരു കാര്യം. ഇതിന് ബേസ് ചെയ്തിട്ടാണ് ഇനി പഠിക്കുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഈ പോസ്റ്റ് ഓഫ് ടെസ്റ്റ് ലാറ്റിൻ നിന്ന് വന്നൊരു വേർഡാണ് ഈ പോസ്റ്റ് ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്തിച്ചൊന്നുമില്ല, ആഫ്റ്റർ ആൻ ഇവന്റ്, ഒരു ഇവന്റിന് ശേഷം. അതായത് ഇപ്പം നമ്മൾ ഈ അനോവ ഉണ്ടല്ലോ, അനോവ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അനോവയിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ വലിയ വാല്യൂ ആണെങ്കിൽ, അതായത് ടേബിൾ വാല്യൂ ഇപ്പം നമ്മൾ വലുതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ട് നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ എച്ചിലോട്ടിനെ റിജക്റ്റ് ചെയ്യും. അതായത് ഞാൻ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ച അനോവയിൽ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു, ഞാൻ ഹൈപ്പോത്തസിസ് നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല, എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും, അല്ല എല്ലാം സെയിം ആണ്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്നാണ്. അപ്പോൾ എച്ച് നോട്ട് നമ്മളിവിടെ റിജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെന്നെ അക്സെപ്റ്റ് ചെയ്യണം, H1 അക്സെപ്റ്റ് ചെയ്യണം. H1 സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ് നമ്മൾ H1 എഴുതി വെച്ചിട്ടുള്ളത് ആണല്ലോ. പക്ഷെ നമ്മൾ ഈ അനോവ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കാര്യം മാത്രം ഫൈൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സിൽ ഏതൊക്കെ മീൻസ് തമ്മിൽ ഒരു വേരിയേഷൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ നോക്കണം, ഇനി ഏതൊക്കെ വേരിയൻസ് തമ്മിലാണ്, ഏതൊക്കെ മീൻസ് തമ്മിലാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് ഓഫ് ടെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് അനോവയിൽ നമ്മൾ എഫ് റേഷ്യോ വെച്ച് നമ്മൾ എന്താ പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ വലുതാവുമ്പോൾ, നമ്മൾക്ക് കിട്ടിയ വാല്യൂ ടേബിൾ വാല്യൂക്ക് വലുതാവുമ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും, നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. നൾ ഹൈപ്പോത്തസിസിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഇല്ല എന്നാണ് പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റ് ആണ് H1 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. H1 എന്താ പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ള ഫൈനലി ഒരു ആൻസർ നമ്മൾ എത്തി. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ 3 മീൻസ്, നമ്മുടെ ഒരു ഫാക്ടർ ഉണ്ട്, ആ ഫാക്ടറിൻ്റെ 3 ഡിഫറെൻറ്റ് ലെവൽസ് തന്നിട്ട് ആ μ1 μ2 μ3 പറഞ്ഞ 3 സാധനം ഉണ്ട്. അപ്പോൾ ഇവ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് μ1 നോട്ട് ഈക്വൽ ടു μ2 നോട്ട് ഈക്വൽ ടു μ3 അങ്ങനെയാണ് പറയും. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെ തമ്മിലാണ്, ഇനിയിപ്പോൾ ഈ μ1ഉം μ2ഉം ചിലപ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ ഈ μ2ഉം μ3യും തമ്മിലായിരിക്കും എന്തുണ്ടാവുള്ളൂ, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ എഫ് റേഷ്യോ വെച്ചിട്ട് കണ്ടെത്തി നമ്മൾ ജസ്റ്റ് പറയുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആരൊക്കെ തമ്മിലാണ് നമ്മൾ പറയുന്നത്, ഈ ആരൊക്കെ തമ്മിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ഒരു ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ടെസ്റ്റിനെയാണ് പോസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്ന് എന്താ പറയുക പറയുന്നത്. ഓക്കെ, ഒരു ടെസ്റ്റ് വീണ്ടും അഡീഷണൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, എന്തിനു വേണ്ടി, ഏത് കറക്റ്റ് ആയിട്ടുള്ള ചാൻസാണ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. ഓക്കെ, ഈ പോസ്റ്റ് ഓഫ് ടെസ്റ്റിന് വേണ്ടിയിട്ട് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് കാണാൻ വേണ്ടി നമ്മളൊരു ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്രിട്ടിക്കൽ ഡിഫറൻസ്. ക്രിട്ടിക്കൽ ഡിഫറൻസ് അതിന് നമ്മൾ എന്താ പറയുക, CD, ഷോർട്ട് ഫോമിൽ CD എന്ന് പറയും. ഓക്കെ, ഈ പോസ്റ്റ് ഹോക്ക് ടെസ്റ്റിൽ നമ്മൾ ഏത് തമ്മിലാണ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്, ഈ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രിട്ടിക്കൽ ഡിഫറൻസിന് വില ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഡിഫറൻസ് എവിടെയാണ്, ആരിലാണെന്ന് കാണാൻ വേണ്ടി നമുക്കൊരു ക്വാണ്ടിറ്റി വേണം. ആ ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. ആ ക്വാണ്ടിറ്റിയാണ് ക്രിട്ടിക്കൽ ഡിഫറൻസ്. ഓക്കെ, ഇനി ഈ 1 വേ അനോവയും 2 വേ അനോവയും 2 ടൈപ്പ് അനോവ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 ടൈപ്പ് അനോവയ്ക്കും 2 ടൈപ്പ് ഇക്വേഷനും ഉണ്ട്. അപ്പോൾ നമുക്കത് പഠിക്കണം. പൊതുവേ 2 വേ അനോവയുടെ ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണാനുള്ള ചോദിക്കാൻ ചാൻസ് കുറവാണ്. അല്ലാതെ നമുക്കതിൻ്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. അതായത് അതിൻ്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനും നമ്മൾ PDF നമ്മുടെ നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ഈ ക്രിട്ടിക്കൽ ഡിഫറൻസ് ബേസ് ചെയ്തിട്ട് 1 വേ അനോവയുടെ ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് പറഞ്ഞുതരാം, ക്രിട്ടിക്കൽ ഡിഫറൻസ് ഫോർ 1 വേ അനോവ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സാമിൽ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തരും, നമ്മളോട് ഈ അനോവ ബേസ് ചെയ്തിട്ട് എന്ത് കാണാൻ പറയും, ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണ വേണ്ടത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അനോവയിലും ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പോയിട്ട് അവസാനം നമുക്കൊരു ആൻസർ കിട്ടും.
ആൻസർ ഇട്ടിട്ട് അഥവാ നമ്മൾ വലിയ ആൾക്കാരൊക്കെ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ക്രിറ്റിക്കൽ ഡിഫറൻസ് കാണേണ്ടി വരും. എക്സാമിന് ചോദിക്കും ക്രിറ്റിക്കൽ ഡിഫറൻസ് കാണുക, അല്ലെങ്കിൽ ഏത് തമ്മിലാണ് ഡിഫറൻസ് എന്നൊക്കെ. അപ്പോൾ റിജക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ആരുടെ ആവശ്യമുള്ളൂ, ക്രിറ്റിക്കൽ ഡിഫറൻസിൻ്റെ ആവശ്യമുള്ളൂ. അതായത് H1 റിജക്റ്റ് ചെയ്യുമ്പോൾ H1 എന്താണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, H1 എന്താ പറയുന്നത്, എന്തോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസിന് ആര് തമ്മിലാണ് നമുക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ക്രിറ്റിക്കൽ ഡിഫറൻസ് യൂസ് ചെയ്തത്. 1 വേക്കും 2 വേ ഇക്വേഷനും 2 ടൈപ്പ് ക്രിറ്റിക്കൽ ഡിഫറൻസ് ആണ് കാണുന്നത്. ഓക്കെ, ക്രിറ്റിക്കൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ CD ഈക്വൽ ടു റൂട്ട് MSE ഇൻറ്റു 1/Ni പ്ലസ് 1/Nj P. നമ്മളിവിടെ ഓക്കെ P ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 വേ ആകുമ്പോൾ നമ്മൾ എന്തായിരുന്നു, മറ്റേ N-K ആ ഒരു ഇതിലാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരുന്നത്. ഓക്കെ, N-K എന്നുള്ള രീതിക്കായിരുന്നു നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരുന്നത്. ഇനി ഈ NiNj ഇതൊന്നും കണ്ടിട്ട് ഞെട്ടണം കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമ്മുടെ ടേബിൾ തരില്ല, അപ്പോൾ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് അതിൽ നോക്കുന്നത്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാവും. ഇതാണ് നമ്മുടെ 1 വേ അനോവ കാണാനുള്ള ക്രിറ്റിക്കൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ. ഇനി ഈ ക്രിറ്റിക്കൽ ഡിഫറൻസ് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുകയെന്ന് പറയണ്ടേ. ഇപ്പോൾ ക്രിറ്റിക്കൽ ഡിഫറൻസ് എനിക്കൊരു വില കിട്ടി വിചാരിച്ചു, ഒരു 5 എന്തൊരു വില കിട്ടി. ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞത്, അതായത് μ1 നോട്ട് ഈക്വൽ ടു μ2 ഇപ്പോൾ തമ്മിൽ ഒരുപോലെയല്ല, ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നോട്ട് ഈക്വൽ ടു എന്നുള്ള നമ്മൾ ഉദ്ദേശിച്ചത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമുക്ക് കാണാനുള്ളതിൻ്റെയൊക്കെ ഒരു മീനുകൾ കാണും. മീനുകൾ കണ്ടിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ മീൻ നമ്മൾ കാണും, അടുത്ത ഗ്രൂപ്പിൻ്റെ മീൻ കാണും. എന്നിട്ട് ആ ഫസ്റ്റ് ഗ്രൂപ്പും 2 ഗ്രൂപ്പിൻ്റെയും ഡിഫറൻസ് നമ്മൾ കാണും. ആ മീനുകളുടെ ഡിഫറൻസ് നമ്മൾ കാണും. മീനുകളുടെ ഡിഫറൻസ് അബ്സല്യൂട്ട് ഡിഫറൻസ് ഉണ്ട്. അതായത് മീനുകൾ ചിലപ്പോൾ നമ്മൾ ഡിഫറൻസ് കാണുമ്പോൾ നെഗറ്റീവ് സംഖ്യ വരികയാണെങ്കിൽ നമ്മളതിൻ്റെ പോസിറ്റീവ് മോഡ് എന്ന് പറയുമ്പോൾ മോഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പോസിറ്റീവ് വിലയിട്ട് എടുക്കും. പിന്നെ ആ പോസിറ്റീവ് വില ചിലപ്പോൾ ഞാൻ കണ്ട ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയും രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെയും മീൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി അതിൻ്റെ ഡിഫറൻസ് എനിക്ക് 4 കിട്ടിയതിന് ശേഷം എനിക്ക് കിട്ടി ക്രിറ്റിക്കൽ ഡിഫറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ പ്രകാരം കിട്ടിയ ക്രിറ്റിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഖ്യ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്രിറ്റിക്കൽ ഡിഫറൻസ് ഇവിടെ നമ്മുടെ അതായത് നമ്മുടെ ഈ ഗ്രൂപ്പ് മീനിലേക്ക് എന്താണ് വലുതാണെങ്കിൽ, അതായത് CD ഗ്രേറ്റർ ദാൻ ആണ് ഇതിനേക്കാൾ അബ്സല്യൂട്ട് ഡിഫറൻസ് ഓഫ് മീനുകളുടെ ഇടയിലുള്ള അബ്സല്യൂട്ട് ഡിഫറൻസിൻ്റെ ഇതിനേക്കാളും നമ്മുടെ ക്രിറ്റിക്കൽ ഡിഫറൻസ് വലുതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവയ്ക്കിടയിൽ ആ ഒരു ഗ്രൂപ്പുകൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൻ്റെ മീനുകൾക്കിടയിലാണ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉള്ളതാണ്. സീഡിനേക്കാൾ ചെറുതാണെങ്കിൽ അവയ്ക്കിടയിൽ പ്രത്യേകിച്ച് എന്തില്ല സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അപ്പോൾ ഇതെന്ത് നമ്മൾ ഓക്കെ ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഇവിടെ നമ്മൾ ക്രിറ്റിക്കൽ ഡിഫറൻസ് ചെറുതായിട്ട് ഈ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ മീനും ഇവർ തമ്മിലെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നും കാര്യമായിട്ടില്ല നമ്മൾ കണ്ടെത്തി. ഓക്കെ ആണോ? ഇപ്പോൾ നമ്മളൊരു 6 or 7 ആണ് നമുക്ക് ഡിഫറൻസ് കിട്ടിയിട്ടെങ്കിൽ നമ്മൾ ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാൾ എന്താണ് വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുക ഇവയ്ക്കിടയിലാണ് ശരിക്കും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉള്ളതാണ്. ഇനി ഞാൻ ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ക്വസ്റ്റ്യൻ എഴുതട്ടെ കേട്ടോ. The following are the scores on a psychomotor test for 4 groups of equal number of subjects tested under 4 experimental conditions. അത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോമോട്ടർ ടെസ്റ്റ് നടത്തി. സൈക്കോമോട്ടർ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നിൽക്കണ്ട. ആ ഒരു ടെസ്റ്റ് നടത്തി. ആ സൈക്കോമോട്ടർ ടെസ്റ്റിൽ നമുക്കൊരു സ്കോർ കിട്ടി. അതായത് 4 ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. 4 വ്യത്യസ്ത എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിലാണ് നടത്തിയത്. ഓക്കെ,
നമ്മുടെ ഡാറ്റ ഇതാണ് കേട്ടോ. G1, G2, G3, G4 ഈ 4 ഗ്രൂപ്പ് ഇതാക്കി. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ടെസ്റ്റാണ്. അതായത് ഈ ഇവരുടെ 4 ഗ്രൂപ്പുകൾ സൈക്കോമോട്ടർ ടെസ്റ്റ് നടത്തിയിട്ട് ഒരു സ്കോർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവ തമ്മിൽ സിമിലർ ആണ്. ഈ ഗ്രൂപ്പുകൾക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യസ്ത ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ കണ്ടെത്താൻ നമ്മൾ ഗ്രൂപ്പ് 1ൻ്റെ 45102 ഇത് നമ്മൾ PDF ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആൻസറും അതിലുണ്ട്. നമ്മൾ വാല്യൂസ് 6527747 ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂസ് കിട്ടിയത്. അപ്പം ഞാൻ എന്താ പറയുക, ഇത് മൊത്തം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചു ഇത് സ്കോർസ് സിമിലർ ആണോ അല്ലെങ്കിൽ ചോദിച്ചു. ഇനി അഥവാ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, സിമിലർ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻസ് സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ആണ് അവസാനം നമ്മൾ കിട്ടുകയാണെങ്കിൽ അത് ഏതൊക്കെ ഗ്രൂപ്പുകൾ തമ്മിലാണ് ആ വേരിയേഷൻ ഉള്ളത് കാണാനാണ് ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. ഇവിടെ ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് മാത്രമേ ചോദിക്കില്ല. അപ്പോൾ ഇതിൻ്റെ 1 വേ അവിടെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ കാണും, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. സ്കോർസ് സിമിലർ ആണെന്ന് പറയും. നൾ ഹൈപ്പോത്തസിസിൽ ആൾട്ടർനേറ്റീവ് എന്ത് പറയും, സ്കോർസ് ആർ നോട്ട് സിമിലർ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാണും, സം ഓഫ് സ്ക്വയേഴ്സ് കാണും. അത് TSS, പിന്നെ SSB, SSC അതൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കാണും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഫ് റേഷ്യോ കാണും. അങ്ങനെ എഫ് റേഷ്യോ നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഈ എഫ് റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യും, ടേബിൾ വാല്യൂ വെച്ചിട്ട് നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മളത് വലുതാണോ ചെറുതാണോ നോക്കും. ഇനി ഇപ്പം അതൊന്നും ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ചെയ്യുന്നില്ല. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്, അതായത് നമുക്ക് ഈ TSS ഒന്നും ഇപ്പോൾ ചെയ്യാനുള്ള അത് നമ്മൾ ചെയ്യണം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നോക്കേണ്ടത് ക്രിട്ടിക്കൽ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത്. മറ്റേതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു തരണം. അപ്പോൾ ഞാനതിൻ്റെ അനോവ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചേക്കും. അതാകുമ്പോൾ നമുക്ക് കണ്ടെത്തിയ കാര്യങ്ങൾ ഏതൊക്കെയാണ് അതിലുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ ഡിഫറൻസിനെ നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയ ഓക്കെ നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് SSB നമുക്ക് കിട്ടിയത് 91.6 ആയിരുന്നു. പിന്നെ നമുക്ക് SSE ഉണ്ടായിരുന്നില്ല. SSE കിട്ടിയത് 67.6. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വില കേട്ടോ. പിന്നെ TSS എന്ന് പറയുന്നത് 159.2. പിന്നെ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ എത്ര, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇല്ലേ, അപ്പോൾ എത്ര വരും, നമ്മുടെ K-1. അപ്പോൾ 4 - 1 3 വരും. പിന്നെ ഇവിടെ എന്താ N-K, എന്ന് പറയുമ്പോൾ എത്രയുണ്ട്, ഇവിടെ 5ഉം 4 5 20. ഇപ്പോൾ 20 - K ആണ്. K എന്ന് പറയുന്നത് 4 അല്ലേ, 4 ഗ്രൂപ്പ്സ്. അപ്പോൾ N-K വരുമ്പോൾ എന്ത് വരും, 20 - 4 വരുമ്പോൾ 16 വരും. പിന്നെ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 90, അത് N-1. അതൊക്കെ നമ്മൾ ടേബിൾ പഠിച്ചപ്പോൾ പഠിച്ചോട്ടോ, 1 വേ അവിടെ ടേബിള്. പിന്നെ നമുക്ക് കിട്ടിയ എഫ് റേഷ്യോ എന്ന് പറയുന്നത്, സോറി മറ്റേതും കൂടെ എഴുതട്ടെ കേട്ടോ. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് MSB 30.53 ആണ്. അതേപോലെ MSE 4.22 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എഫ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന ഇവിടെ ഫൈനൽ ആൻസർ 7.22 ആണ്. ഓക്കെ, 7.22. ഇനി ഞാൻ ടേബിൾ വാല്യൂ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്, ടേബിൾ വാല്യൂ ഇങ്ങനെ നോക്കുക, നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതൊക്കെ വരിക, K-1ഉം N-K, അതായത് 3ഉം 16ഉം. അങ്ങനെ ഞാൻ ടേബിൾ നോക്കുമ്പോൾ എനിക്ക് 3ഉം 16ൻ്റെയും എഫ് വാല്യൂ കിട്ടിയത് 3.24 ആണ്. അപ്പം നമ്മൾ അങ്ങനെ അവസാനം ഇതിലെത്തി. ഇനിയാണ് നമുക്ക് ക്രിട്ടിക്കൽ ഡിഫറൻസ് വേണോ വേണ്ടിയോ എന്നൊക്കെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കിട്ടിയത് നമ്മുടെ 7.22 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ടേബിൾ വാല്യൂ എന്താണ്, 3.24. അപ്പം നമ്മൾ വലുതാണോ ചെറുതാണോ, നമ്മുടെ 7 ആണ്, മറ്റൊരു 3 ആണ്. അപ്പോൾ നമ്മൾ വലുതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വലുതാവും. നമ്മൾ എന്ത് ചെയ്യാം, മറ്റേ റിജക്റ്റ് ചെയ്യും. നമ്മളല്ലേ ബാക്കിയുള്ളവരെ കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല, നമ്മളല്ലേ വരുന്നതെന്നുള്ളൊരു തോട്ടം നമ്മൾ എന്ത് ചെയ്യും, ഇവരെ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണണം. അതായത് നമ്മൾ H0നെ റിജക്റ്റ് ചെയ്തു. H0നെ ഹിയർ നമ്മളെന്താണ്, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. എക്സാമിന് ഇത് കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ, ടേബിൾ വാല്യൂ. സോ വി റിജക്റ്റ് H0. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, H0 റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1നെ ആക്സെപ്റ്റ് ചെയ്യണം. H1 എന്ന് പറഞ്ഞാൽ എന്താ, സ്കോർസ് ആർ നോട്ട് സിമിലർ. അതിൽ എന്തോ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയണത്.
ഇനി നമ്മുടെ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇനി ആര് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് നോക്കണം. ഇവിടെയാണ് ക്രിട്ടിക്കൽ ഡിഫറൻസിന് വില എന്താ പറയുക നമുക്ക് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ഉണ്ട്. ഇനി നമ്മൾ പറയണത് നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ ഡിഫറൻസ് ഉണ്ടെന്ന് അവസാനം ഇത്ര എഴുതി, എന്നിട്ട് നമ്മൾ എന്തെഴുതും, നൗ വി പ്രൊസീഡ് ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ഡിഫറൻസ്. ക്രിട്ടിക്കൽ ഡിഫറൻസ് കണ്ടാൽ മാത്രമേ ആ ക്വാണ്ടിറ്റി വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആരൊക്കെ തമ്മിലാണ് വ്യത്യാസമുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറയും നൗ വി പ്രൊസീഡ് ടു ഫൈൻഡ് സി ഡി. സി ഡി ആണ് ക്രിട്ടിക്കൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ സി ഡി ആണ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പഠിപ്പിച്ചത് റൂട്ട് ഓഫ് എം എസ് ഇ ഇൻറ്റു റൂട്ട് ഓഫ് 1/ni പ്ലസ് 1/nj ഇൻറ്റു ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ടി എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ, ടി ടെസ്റ്റിൻ്റെ ടേബിൾ നോക്കിയിട്ടാണ് കിട്ടുക. ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ എനിക്ക് കിട്ടിയത് റൂട്ട് എം എസ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ റൂട്ട് നമ്മൾ നേരത്തെ കിട്ടിയതിൽ എം എസ് സിയുടെ വാല്യൂ 4.22 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എൻ ഐ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര നമ്പർ ഉണ്ട് ഇവിടെ, 4. ഓക്കെ, 4 നമ്പർ. ജസ്റ്റ് ഇങ്ങനെ 1/5, സോറി 5 ഗ്രൂപ്പ് അല്ല, ഒബ്സർവേഷൻസ് 5 ഉണ്ട് അല്ലേ, 5 ഉണ്ട്. അപ്പോൾ 1/5 അപ്പോൾ എത്ര വരും ഇൻറ്റു ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു n മൈനസ് കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. n എത്രയായിരുന്നു 20 മൈനസ് 3 കെ 4 അല്ലേ, കെ ട്രീറ്റ്മെൻറ്റ് 400, അപ്പോൾ 16 അല്ലേ. അപ്പോൾ ടി 16 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ടേബിൾ ടി ടെസ്റ്റിൻ്റെ ടേബിൾ ഉണ്ടായിരിക്കും, അതിൽ നോക്കാം. അപ്പോൾ ടി 16 നമുക്കൊരു വില കിട്ടും. ആ വില ഓക്കെ റൂട്ട് 4.22 ഇൻറ്റു എത്ര വരും, റൂട്ട് 1 + 1 നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ മുകളിലത്തെ ആളെ നമുക്ക് നേരെ കൂട്ടിയാൽ മതി. അപ്പോൾ 2/5 ടി 16ൻ്റെ വില നമ്മൾ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് 2.12 എന്നാണ് കിട്ടുക. ഇതിൻ്റെ റൂട്ട് കാണാം. അതേപോലെ 2/5ൻ്റെ റൂട്ട് കാണാം. അതേപോലെ 2.12 നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇത് 3 എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യും. ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.756. 2.756 കറക്റ്റായിട്ട് ഒന്നുകൂടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ ഡിഫറൻസിൻ്റെ വില എന്ന് പറയുന്നത് 2.756. തീർന്നോ? ഇല്ല, നമുക്കിപ്പോൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവരൊക്കെ ഈ ഒരു സാധനം പോയിന്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ മാർക്കുണ്ട്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. ഇവിടെ 4 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ 4 ഗ്രൂപ്പിൻ്റെ മീനുകളാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്രൂപ്പ് മീൻ എന്നാണ് അതിന് പറയാം. ഈ x1 ബാർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എത്ര സംഖ്യകളുണ്ടോ ആ സംഖ്യ മൊത്തം കൂട്ടുക, എന്നിട്ട് ബൈ എന്ത് ചെയ്യുക ആ സംഖ്യകളുടെ എണ്ണം, അതായത് ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ബൈ എത്ര സംഖ്യ ഉണ്ടോ അതായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, മീൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ മീൻ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് 2.4 ആണ് നമുക്ക് കിട്ടുന്നത്. ഗ്രൂപ്പ് 1 ടോട്ടൽ ചെയ്യാം ബൈ എത്ര സംഖ്യ ഉണ്ടോ, 5 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു, ആ സംഖ്യകൾ മൊത്തം കൂട്ടിയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2.4 കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ മീൻ കണ്ടപ്പോൾ കിട്ടിയത് 8 ആണ്. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് ചെയ്തപ്പോൾ 3.4, പിന്നെ നാലാമത്തെ ഗ്രൂപ്പ് 5.4. ഓക്കെ അല്ലേ. അത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ വായിക്കും, ക്വസ്റ്റ്യൻ കൂടെ സ്പേസ് കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചാൽ കിട്ടും. അപ്പോൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് എന്താണ്, 2.756 ആണ്. ഞാൻ ഇതിൻ്റെ ഇത് കണ്ടു, ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ഗ്രൂപ്പിൻ്റെ മീൻ കാണാം. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് മീൻ കിട്ടി. ഇനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്കിടയിലാണോ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി, അതായത് H1നെ ആക്സെപ്റ്റ് ചെയ്ത് H2നെ കളഞ്ഞു ആണല്ലോ. അപ്പോൾ അതിനുവേണ്ടി പിന്നെ നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് കണ്ടു. ആ ക്രിട്ടിക്കൽ ഡിഫറൻസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം ഇവയ്ക്കിടയിൽ അബ്സല്യൂട്ട് ഡിഫറൻസ് കാണാം. അതേപോലെ ഇങ്ങനെ ഓരോന്നിൻ്റെയും കാണാം. പറഞ്ഞുതരാം. എങ്ങനെയാണ് x1 ബാർ മൈനസ് x2 ബാർ. ഇതിൻ്റെ മോഡ് എടുക്കണം പറഞ്ഞാൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാലോ. അപ്പോൾ x1 ബാർ മൈനസ് x2 ഓക്കെ അത് ചെയ്യാൻ തന്നെയുള്ളൂ അല്ലേ. x1 ബാർ മൈനസ് x2 ബാർ അല്ലേ.
ഫസ്റ്റ് ഗ്രൂപ്പിനെയും സെക്കൻഡ് ഗ്രൂപ്പിനെയും ഡിഫറൻസ് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5.6 ആണ്. 5.6 നമുക്ക് ആദ്യം എല്ലാതും ഒന്ന് കണ്ടു വെക്കട്ടോ. അല്ല വേണ്ട, ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, 5.6 ജസ്റ്റ് ഒന്ന് നോക്കൂ. ഈ ഒരു 5.6 എന്ന് പറയുന്നത് നമ്മുടെ സി ഡി എന്ന് പറയുന്നത് എത്രയാ? 2.7. ഇതിനൊക്കെ എന്താണ് വലുതല്ലേ? അതെ, ഗ്രേറ്റർ ദാൻ സി ഡി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവയ്ക്കിടയിൽ, അതായത് സി ഡിനേക്കാൾ വലുത് എവിടെയാണോ സി ഡിനേക്കാൾ വലിയ സംഖ്യ വരുന്നത് അവയ്ക്കിടയിൽ എന്തുണ്ടായിരുന്നു ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് μ1ൻ്റെ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ മീനും ഇത് ഗ്രൂപ്പ് മീൻ ആയിട്ടെന്നാ പറയാം. ഇത് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു സാമ്പിളിൻ്റെ മീൻ ആയിരിക്കും. μ1ഉം μ2 ഇവ തമ്മിൽ എന്താ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇവിടെ ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതണം. അതായത് സി ഡിനൊക്കെ വലുതാണ് ചെറുതാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. നമ്മളൊരു ഇവിടെ വലുതാണ്, ദർഫോ വിരിച്ചിട്ട് എച്ച് നോട്ട്. ഇവിടെ ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് വന്നുകൊണ്ടാണ് മൊത്തത്തിൽ എച്ച് നോട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വന്നത് അല്ലേ. ഇനി നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഈ x1ഉം x3യും തമ്മിൽ എന്ത് നോക്കി നോക്കാം. സോറി, x1ഉം x3യും തമ്മിൽ x3യും ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇതാ ഈ 2.4ഉം 3.4ഉം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് 1 കിട്ടും. അതിൻ്റെ മോഡൽസ് കിട്ടുമ്പോൾ 1 കിട്ടും. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? 2.75 ക്രിറ്റിക്കൽ ഡിഫറൻസിലേക്ക് എന്താണ് ചെറിയ വാല്യൂ ആണ് അല്ലേ, സി ഡിനേക്കാൾ ചെറുത്. സോ അതുകൊണ്ട് ഇവയ്ക്കിടയിൽ പ്രത്യേകിച്ച് എന്തില്ല, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല. ഇവർ ഏകദേശം ഇവരുടെ മീനൊക്കെ ടൂർമീനൊക്കെ സെയിം ആണ്, വലിയ വ്യത്യാസമില്ല. ഇനി ഈ x2ഉം x3യും തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? x2 എന്ന് പറയുമ്പോൾ 8, x3 എന്ന് പറയുമ്പോൾ 3.4 ആണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 4. x2ഉം x3 അല്ലേ 4.6 വരും. 4.6 എന്ന് പറയുന്നത് എന്താണ്? ക്രിറ്റിക്കൽ ഡിഫറൻസിനേക്കാൾ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? therefore we reject h നോട്ട്. ഇനി അടുത്ത് ആരാണുള്ളത്? ഇനി അടുത്ത് നമുക്ക് x2ഉം x3 നമ്മൾ കമ്പയർ ചെയ്തു. ഇനി x2 x4 നമ്മൾ കമ്പയർ ചെയ്തല്ലോ. അപ്പോൾ x2 ബാറും x4 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2.6 ആണ് വരും. x2 x4 2.6 വരും. ഈ 2.6 എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനേക്കാൾ ക്രിറ്റിക്കൽ ഡിഫറൻസിനേക്കാൾ നമ്മൾ എന്താണ് ചെറുതാണ് അല്ലേ, നമ്മൾ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അവിടെ എന്തല്ല, ഇവിടെയും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നുമില്ല. ഇനി ഏതാണുള്ളത്? ഇനി നമ്മൾ x1ഉം x2ഉം ചെയ്തു, x1ഉം x3യും ചെയ്തു. x1 രണ്ടാൾക്കാരായിട്ട് ചെയ്തു. x1ഉം x4 ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, x1ഉം x4 നമ്മൾ കമ്പയർ ചെയ്യുക. ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ മെയിനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടിയത്? 2 ആണ് കിട്ടിയത്. 2 എന്ന് പറയുന്നത് എന്താണ്? ചെറുതാണ്. ഇതിനേക്കാൾ ക്രിറ്റിക്കൽ 2 എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഡിഫറൻസിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ഇവിടെ എന്തില്ല, പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരാളാണ് x3ഉം x4 നമ്മൾ എന്ത് ചെയ്യില്ല, കമ്പയർ ചെയ്തിട്ടില്ല. ഇവ തമ്മിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം, മാറിപ്പോയി. x1 x4ഉം നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിയാണല്ലോ അല്ലേ. x1 2.4ഉം പിന്നെ എത്ര x4 5.4 ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് x4 3 ആണ്. ഓക്കെ, 3 എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഡിഫറൻസിനേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. therefore we reject h നോട്ട്. ഇവിടെ വ്യത്യാസം വന്നുകൊണ്ട് ഇവർക്കിടയിൽ എന്തോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്, ക്രിറ്റിക്കൽ ഡിഫറൻസിനൊക്കെ വരുന്നതാണെന്ന് മനസ്സിലായുണ്ട്. നമ്മൾ റിജക്റ്റ് ചെയ്തു. പിന്നെ ഇനിയുള്ളത് നേരത്തെ പറഞ്ഞ x1ഉം x3ഉം x4ഉം കൂടെ കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? 2 കിട്ടുക. ഓക്കെ, 2 കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ക്രിറ്റിക്കൽ ഡിഫറൻസിനൊക്കെ എന്താണ് ചെറുതാണ്. നമ്മൾ 2 എന്ന് പറയുന്ന വാല്യൂ 2.7 ചെറുതല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ വാല്യൂ ആയിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ റിജക്റ്റ് ചെയ്യില്ല. നമ്മൾ ചെറുതായിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ എന്തില്ല, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി ഇത്രയും നമ്മൾ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ ഫൈനലി ഒരു കാര്യം കൂടെ എഴുതണം. അതായത് നമ്മൾ ഏതിലേക്കാണ് പ്രൊജക്ഷൻ നടത്തിയത്? അതായത് ഫസ്റ്റ് ഗ്രൂപ്പും ഇങ്ങനെ എഴുതാം 1,2. അതായത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒരു പെയർ. ഈ ഫസ്റ്റും സെക്കൻഡ് ഗ്രൂപ്പും പിന്നെ അതേപോലെ ഇവിടെ റിജക്ഷൻ നടത്തിയത് സെക്കൻഡ് ഗ്രൂപ്പും തേർഡ് ഗ്രൂപ്പും. അതേപോലെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആരാ കാണിച്ചത്? ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പും ഫോർത്ത് ഗ്രൂപ്പും. ഇവയ്ക്കിടയിലാണ് സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇവയ്ക്കിടയിലാണ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് റിജക്റ്റ് ചെയ്തതിന് കാരണമായിരുന്ന രീതിയിൽ ലാസ്റ്റ് ഇവിടെ എഴുതാം. അതോടുകൂടിയിട്ട് നമ്മുടെ ക്രിറ്റിക്കൽ ഡിഫറൻസ് വെച്ചിട്ടുള്ള നമ്മുടെ വളരെ ഇവിടെ ക്വസ്റ്റ്യൻ പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും കഴിയും. ഓക്കെ, ഏകദേശം ഈ ഒരു പോർഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള
പ്രോബ്ലംസ് PDF നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇനി നമുക്കിതിൽ പറയാനുള്ളത് ക്രിട്ടിക്കൽ ഡിഫറൻസിലുള്ള പോർഷൻ ഇത്രയേ ഉള്ളൂ. ക്രിട്ടിക്കൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ഗ്രൂപ്പുകൾ തമ്മിലാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതിന് ഇക്വേഷൻ 1 വേക്കും 2 വേക്കും വ്യത്യാസമാണ്. പൊതുവെ എക്സാമിന് 1 വേ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് ക്രിട്ടിക്കൽ ഡിഫറൻസ് ചോദിക്കുള്ളൂ. ഇനി 2 വേയുടെ ഉണ്ട്. 2 വേയുടെ പൊതുവെ ചോദിക്കാൻ ചാൻസ് കുറവാന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരുപാട് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ 2 വേ എന്ന് പറയുമ്പോൾ നമ്മൾ 1 വേ ചെയ്തപ്പോൾ 1 വേയുടെ ചെയ്ത സാധനങ്ങളോടെ ഒക്കെ ഒരു ഇരട്ടി ഉണ്ടല്ലോ. ഒരു SS ഇവിടെ നമുക്ക് ഒരു ഫാക്ടർ വെച്ചിട്ട് SS-ൻ്റെ ഒക്കെ കണ്ടാൽ മതി. പക്ഷേ അവിടെ ചെയ്യുമ്പോഴെന്തൊക്കെയാണ് റോഡ് സെപ്പറേറ്റ് കാണാം, കോളത്തിൻ്റെ കാണാം, അങ്ങനെ ഓരോന്നിൻ്റെയും കാണാം. അവസാനം അനോവൽ ടേബിൾ മറിച്ച് റിജക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റോ ബേസ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ഗ്രൂപ്പ് മീൻ കാണാം. അതേപോലെ കോളം ബേസ് ചെയ്തിട്ടുള്ള കാണേണ്ടി വരും, ഗ്രൂപ്പ് മീനിലെ ഡിഫറൻസ് കാണേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഇങ്ങനെ ചിലപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എഴുതി ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ പറഞ്ഞുതരാം. CD4 ഇതിൻ്റെ ബേസ് ചെയ്ത പ്രോബ്ലം നമ്മുടെ PDF കൊടുത്തിട്ടുണ്ട്. പൊതുവെ തന്നെ ചോദിക്കാറില്ല, പക്ഷെ നമുക്ക് ഏകദേശം ഐഡിയ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ തിയറി അറിഞ്ഞാലും ഇത് എങ്ങനെയാവും അഥവാ സപ്പോസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 1 വേ അലോയിൽ നമുക്ക് ഡിഫറൻസ് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണോ എന്താ പറയുക കമ്പയർ ചെയ്തത് അതേപോലെ തന്നെയാണ് അവിടെയും ചെയ്യുക. പക്ഷെ കുറച്ച് രണ്ട് ഇക്വേഷൻ കൂടെ വരും അവിടെ, റോയും കോളും കൂടെ 2 ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, 2 ഹൈപ്പോത്തസിസും കൂടെ വരുന്നുണ്ടല്ലോ അവിടെ. ഓക്കെ, അപ്പോൾ CD4 2 വേ അനോവഡ് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുന്നത് CD4 കോളത്തിൻ്റെ റൂട്ട് MSE ഇൻറ്റു കോളാണെങ്കിൽ റൂട്ട് 2/6 വരിക. ശ്രദ്ധിക്കണം, കോളാണെങ്കിൽ അടിയിൽ ഇതാ വരിക, എന്താ പറയുക, റോയുടെ റോ എത്ര ഉണ്ട് എണ്ണാണ് വരിക. പിന്നെ നമ്മൾ TR-1 C-1 നമ്മൾ അവിടെ ചെയ്ത ഡിഗ്രി സെപ്പറേറ്റ് ഈ ഡിഗ്രി സെപ്പറേറ്റ് നമ്മൾ T വാല്യൂ കാണിയിട്ട് ഈ ടേബിളിൽ പോയിട്ട് T വാല്യൂ കാണാം. എന്നിട്ട് ഇതും ഇൻറ്റു ചെയ്തിട്ട് നമുക്കൊരു വില കിട്ടും. അത് വെച്ചിട്ട് അതാണ് എന്താ കോളം ബേസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ ഡിഫറൻസ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കോളത്തിൻ്റെ ഗ്രൂപ്പ് മീൻ കണ്ടിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് CD-നെയൊക്കെ ഏതെങ്കിലും വലുതുണ്ടോ ചെറുതുണ്ടോ എന്നൊക്കെ നോക്കും. ഓക്കെ, അതേപോലെ ഇനി CD4 റോ ആണെങ്കിൽ റോ ബേസ് ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണുകയാണെങ്കിൽ അതേപോലെ തന്നെ റൂട്ട് MSE ഇൻറ്റു റൂട്ട് റോ ആണെങ്കിൽ അടിയിൽ എന്ത് വരും, കോളം ഇൻറ്റു T ഡിഗ്രി സെപ്പറേറ്റും സെയിം തന്നെ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. മനസ്സിലായല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മൊഡ്യൂള്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ ഇക്വേഷൻസ് പറഞ്ഞു, കുറേയൊക്കെ ആകെ ഇതായിട്ടുണ്ടാവും, എന്താ അറിയില്ല. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ ജസ്റ്റ് നോട്ട്. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എങ്ങനെയാണ് 2 വേ അനോവഡ് ക്രിട്ടിക്കൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഒരുപാടൊന്നുമില്ല. നേരത്തെ ചെയ്തത് നമ്മൾ 1 വേയിലാണെങ്കിൽ റൂട്ട് MSE ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തായിരുന്നു 1/Ni + 1/Ng ആയിരുന്നു. പിന്നെ ഇവിടെ T അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു. ഇവിടെ പറയുമ്പോൾ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ റോയും കോളം സെപ്പറേറ്റ് വന്നപ്പോൾ ഡിഗ്രി സെപ്പറേറ്റും ഇങ്ങനെ വന്നു. പിന്നെ അടിയിൽ കോളത്തിൻ്റെ കാണിക്കും ഇവിടെ 6ൻ്റെ എണ്ണം എഴുതുക, എത്ര റോ ഉണ്ടെന്ന്. റോയുടെ ആണെങ്കിൽ എന്ത് കോളത്തിൻ്റെ എണ്ണം. പിന്നെ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ 1 വേയിൽ എങ്ങനെയാണോ നമ്മൾ ഡിഫറൻസ് കണ്ടത് ഇവിടെ കുറച്ചും കൂടെ വരും. റോയും കോളം വരുമ്പോഴുള്ള ആ ഒരു കുറച്ച് ഗ്രൂപ്പ് മീൻ ഇഷ്ടംപോലെ ഗ്രൂപ്പ് മീൻ കാണാണ്ടായിരിക്കും. പിന്നെ അവ തമ്മിൽ ഡിഫറൻസ് കാണാം. എന്നിട്ട് അതിൽ ഏതൊക്കെയാണെങ്കിൽ ഡിഫറൻസ് വലുത് ചെറുത് നോക്കുമ്പോൾ കുറച്ചധികം ടൈം പിടിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അല്ലാതെ തന്നെ ഇത് നമ്മൾ മൊത്തത്തിൽ ഈ എഫ്രേഷ്യോ കണ്ടുവരുന്നതിന് കുറേ സമയമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതിന് ബേസ് ചെയ്യുന്ന കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ PDF ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് ലാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നമുക്ക് നോടിച്ചു പോകാം നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതെന്ന്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരെന്തെങ്കിലും അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അനോവ. ഓക്കെ, ഫസ്റ്റ് എന്താ അനോവ നോക്കി. അനോവൻസ് പൊതുവെ 2 മാർക്കൊക്കെ ചോദിക്കാം. എപ്പോഴാണ് നമ്മൾ അനോവ ചെയ്യാം? 2 സാമ്പിൾസിനേക്കാൾ കൂടുതൽ സാമ്പിൾസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അവയ്ക്കിടയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അതായത് 2 സാമ്പിൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്തതിനെ നമ്മൾ F ടെസ്റ്റ് എന്ന് വിളിക്കുക. 2 കൂടുതൽ സാമ്പിൾസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അവയ്ക്കിടയിലെ മീനുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അനോവ യൂസ് ചെയ്യും. അപ്പോൾ അനോവ ചോദിക്കുമ്പോൾ 2 കൂടുതൽ സാമ്പിൾസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവയ്ക്കിടയിലെ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ എഴുതാം. ഓക്കെ, അനോവ. പിന്നെ ഞാൻ പറഞ്ഞ അസംഷൻസ്, അതിൽ 5 അസംഷൻസ് ഉണ്ടായിരുന്നു. നോർമൽ പോപ്പുലേഷൻ തന്നെ എടുക്കണം, അതേപോലെ അവ തമ്മിൽ റാൻഡമായിട്ട് ചൂസ് ചെയ്യണം, പിന്നെ പ്രത്യേകിച്ച് കോറിലേഷൻ ഒന്നും പാടില്ല, പിന്നെ എടുക്കുന്ന ആൾക്കാർക്ക് സെയിം വേരിയൻസ് ആയിരിക്കണം, പിന്നെ ഏത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ദി എഫക്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്. ഈ 5 അസംഷൻ പെട്ടെന്ന് സുഖമായിട്ട് നമുക്ക് കാണാൻ മനസ്സിലാക്കി വെച്ച് പഠിക്കാവുന്നേ ഉള്ളൂ.
നോർമൽ പോപ്പുലേഷൻ എടുക്കണം, റാൻഡമായിട്ട് ചൂസ് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ. ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് കുറച്ച് ടേംസ് പറഞ്ഞു. അസൈനബിൾ കോഴ്സ്, ചാൻസ് കോഴ്സസ്, പിന്നെ അതുമൂലം ഉണ്ടാകുന്ന വേരിയേഷൻ പഠിക്കുന്ന കുറച്ച് പേരുകൾ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പാകത്തിനുള്ളത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്തായിരുന്നു, അനോവയുടെ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, 1 വേയും 2 വേയും. 1 വേ പറയുമ്പോൾ ഒറ്റ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് അതിൻ്റെ ഇൻഫ്ലുവൻസ് നോക്കുന്നു. 2 വേ എന്ന് പറയുമ്പോൾ 2 ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് നോക്കുന്നു. 1 വേ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ അതിന് പ്രൊസീജിയർ ഓരോ സ്റ്റെപ്പ് എടുത്ത് പറഞ്ഞു. എന്നിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചു. അതേപോലെ 2 വേയും ചെയ്തു. അവസാനം നമ്മുടെ പോസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. പോസ്റ്റ് ഓഫ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറ്റിയ ഡിഫറൻസ് എന്ന വില കാണുന്നതും അത് വെച്ചിട്ട് ഏത് തമ്മിലാണ് ബന്ധം, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അനാലിസിസ് ഓഫ് വേരിയൻസ് പറയുന്ന മൊഡ്യൂളിൽ. ഒരുപാട് ഉണ്ടെന്നൊന്നും പറയരുത്. അപ്പോൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് നന്നായി വർക്കൗട്ട് ചെയ്യും. നല്ല രീതിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും. നമുക്ക് തെറ്റ് പറ്റണം. തെറ്റ് പറ്റുമ്പോഴേ നമുക്ക് കുറേ ഭ്രാന്ത് ഇതിങ്ങനെ കൂട്ടുകാർക്ക് ഇപ്പോൾ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ ഒക്കെ റെഡി ആയിരിക്കും. അപ്പോൾ എക്സാമിനൊക്കെ നല്ല സ്കോററെ വാങ്ങിക്കാൻ പറ്റട്ടെ. നല്ല വൃത്തിക്ക് PDF-ഉം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈസിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ ബൈ.